നമ്മുടെ നാനിയുടെയും ആദർശിൻ്റെയും വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. അങ്ങനെ നാന പ്രഗ്നൻ്റാന്ന് പറഞ്ഞതിന് ശേഷം ആദർശും ദേവ്യാനിയും നാനയും കൂടി അനന്തപുരിയിലേക്ക് കയറി ചെല്ലുകയാണ്. അനന്തപുരിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ജലജയും ജാനകിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഏടത്തി ഇത് എങ്ങോട്ടാ പോയത്, ആരോടൊന്നും പറയാതെ. പിന്നെ ആദർശമോൻ വിളിച്ചപ്പോൾ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാ. ഹോസ്പിറ്റലിലേക്കോ? ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായത്? അത് നാനമോൾക്ക് ചെറിയൊരു തലചുറ്റില് ഒന്ന് കാണിക്കാൻ പോയതാ, അത്രേ ഉള്ളൂ. ദിവ്യാനി നാന ഗർഭിണിയാന്നുള്ള കാര്യം ജലജയോടും ജാനകിയോടും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് നേരെ പോകുന്നത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ആദർശും ദേവ്യാനിയും കൂടി, നിങ്ങളൊരു മുതുമുത്തശ്ശനാവാൻ പോകുന്നു എന്ന്. അവിടെ നാന ഗർഭിണിയാന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശും ദേവ്യാനിയും പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക. കേട്ടോടെ എന്തിന് അനാമികയ്ക്ക് വല്ലാത്തൊരു കുശുമ്പാണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചേച്ചിയും അനിയത്തിയും പ്രഗ്നൻറ്റ്, അവർ രണ്ടുപേരുടെയും കുഞ്ഞ് ഈ തറവാട്ടിൽ ജനിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് അനാമിക മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. ജലജയും ജാനകിയും ഇതൊന്നും അറിയുന്നില്ല, പക്ഷെ അനാമിക പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവരോട്. അവളുണ്ടല്ലോ, ആ നായന ഗർഭിണിയാണ്, വല്യമ്മ എന്തിനാ നമ്മളെ എടുക്കുക ഇതൊക്കെ മറച്ചു വെക്കുന്നത്. അവരിത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നാലും എന്തുകൊണ്ട് ഏട്ടത്തി ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചെന്ന് ജാനകി പറയുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൽ അനാമയ്ക്കും ജാനക്കും ജലജക്കും ആ നായന ഗർഭിണിയായത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ദേവ്യാനി നാനയുടെ കൂടെ ഒരു നേല് പോലെ നടക്കുന്നതാണ്. എന്താ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിപ്പിക്കുന്നു. ദേവ്യാനിയുടെ വല്ലാതൊരു സ്നേഹം കാണുമ്പോൾ നായനക്ക് അത്ഭുതം തോന്നുകയാണ് കേട്ടോ. ദേവ്യാനി നാനയോട് പറയുന്നുണ്ട്, ഈ വിവരം നമുക്ക് കനകയെ വിളിച്ചറിയിക്കണ്ടേ മോളെ. അവരുടെയും ഒരുപാട് കാലത്തെ ആഗ്രഹമായിരിക്കുമല്ലോ ഇത്. അമ്മയോട് ഞാൻ പറഞ്ഞോളൂ എന്ന് നാന പറയുമ്പോൾ, വേണ്ട മോളെ ഞാൻ തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് നാനയുടെ കയ്യിൽ നിന്ന് കനകയുടെ നമ്പർ വാങ്ങി ദേവ്യാനിയാണ് ഈ സന്തോഷ വാർത്ത കനകയെ അറിയിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നാനക്ക് കൂടുതൽ സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, രേവതിയെ വിളിച്ചിട്ട് ഈ വിവരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് നാനയുടെ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന്. എന്തായിരിക്കും രേവതിയും അനാമികയും കൂടി അനന്തപുരിയിൽ ഇനി കാട്ടിക്കൂട്ടുന്നത്? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.